ഇന്ന് വൻപയർ മെഴുക്ക് പുരട്ടി വെക്കാം. അതിനുവേണ്ടി ആവശ്യത്തിനുള്ള വൻപയർ എടുത്ത് കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിനകത്തോട്ടിട്ട് വേവിച്ചെടുക്കാം. കുക്കറിനകത്തോട്ട് കഴുകി വെച്ചിരിക്കുന്ന പയറിടുക, വേവാനുള്ള വെള്ളം ഒഴിക്കുക, ഉപ്പിടുക, മഞ്ഞൾപ്പൊടി ഇടുക, അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുക. അതിനുശേഷം ഇതെങ്ങനെ ഉലർത്തിയെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യം കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. നമ്മുടെ പയർ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 4 വിസിലടിച്ചു. ഇച്ചിരി നേരം വെള്ളത്തിലിട്ടിട്ടുള്ളായിരുന്നേ. ഒത്തിരി നേരം വെള്ളത്തിലിടുവാണെങ്കിൽ 2 വിസിലിനൊക്കെ വേകും. ഇപ്പോൾ വെന്തത് മാറ്റി വെക്കാം. ഇനി ഇത് ഉലർത്താൻ ആവശ്യമായിട്ട് കുറച്ച് ഒരു 5-6 ചുമന്നുള്ളി, വലിയ ഉള്ളിയായിരുന്നത് കൊണ്ടാണ് ഇത്രയും 5-6 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില. ഇനി ചട്ടി ചൂടാക്കാം. ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി, കടുകിട്ടു. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ 2-3 വറ്റൽമുളകും കൂടെ വേണേ. വറ്റൽമുളകും ചുമന്നുള്ളിയും എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കടുക് പൊട്ടിയപ്പം വറ്റൽമുളക് ഇട്ടു. ഇനി കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഇടാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നപ്പം കറിവേപ്പിലയും ചുമന്നുള്ളിയും കൂടി ഇട്ടു. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പയറും കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം. ചുമന്നുള്ളി മൂത്ത് വന്നു. എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇടുവാണേ. പിന്നെ ഇതിനകത്ത് എരിവിന് വറ്റൽമുളക് കടുക് പൊട്ടിച്ചപ്പോൾ ചേർത്തതേ ഉള്ളൂ കേട്ടോ. വേറെ മുളക് പൊടി, പച്ചമുളക് അങ്ങനെയൊന്നും ചേർക്കുന്നില്ലേ. അപ്പോൾ എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കുക. അതൊന്ന് കുരുമുളകിൻ്റെ പച്ചക്കുത്ത് മാറുമ്പോഴത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടി ഇതിനകത്തോട്ടിടാം. പയറിട്ടു. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. പയർ വേവിച്ചതിൻ്റെ ചെറുതായിട്ട് വെള്ളമുണ്ട് അതിനകത്ത്. ആ വെള്ളം ഒന്ന് പറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയാകും. വൻപയർ മെഴുക്ക് പുരട്ടി. ഇനി ആവശ്യമുണ്ടെങ്കിൽ ചിലർ ഇതിനകത്ത് തേങ്ങ കുത്തിയിടും കേട്ടോ. അത് ആ പയർ വേവിക്കുന്ന കൂടത്തിൽ ആവശ്യത്തിന് കുറച്ച് തേങ്ങയും കൂടെ കുത്തിയിട്ടാൽ അത് വേറൊരു ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് തേങ്ങ കടിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്ത് വെള്ളം പറ്റി കഴിയുന്നതോടെ നമ്മുടെ വൻപയർ മെഴുക്ക് പുരട്ടി റെഡിയായി. ഇച്ചിരി നേരം അടുപ്പിലിരിക്കട്ടെ കേട്ടോ. കരിഞ്ഞു പോകല്ലേ. ചെറിയ തീ വെക്കണം, അല്ലെങ്കിൽ അടുത്ത് നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഇളക്കി വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇച്ചിരി നേരം കൂടി അടുപ്പിൽ നിന്ന് കഴിയുമ്പോൾ നന്നായിട്ട് തോർന്ന് വരും. അങ്ങനെ നമ്മുടെ കഞ്ഞിക്കും ചോറിനൊക്കെ കൂട്ടാൻ നല്ലതാണ് കേട്ടോ. മോരും പയർ മെഴുക്ക് പുരട്ടിയും കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇച്ചിരി ഉണക്കമീനുണ്ടെങ്കിൽ അതുമൊക്കെ കഞ്ഞിക്കും നല്ലതാണ്. അപ്പം നമ്മുടെ വൻപയർ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ വൻപയർ ഉലർത്ത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്. എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യണേ. ഇതാണ് നമ്മുടെ ആവി പറക്കുന്ന വൻപയർ മെഴുക്ക് പുരട്ടി. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ.